ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് ഉലർത്തിയതാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഉലർത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ഉലർത്തിയത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. നീളത്തിൽ വേണം മുറിക്കാനായിട്ട്. അങ്ങനെ മുറിച്ച് വെച്ച ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി നീളത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയും ഇതുപോലെ നേരിയതായിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു നേരിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വഴറ്റാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നീളത്തിൽ നേരിയതായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. ബീട്രൂട്ടും നല്ല നീളത്തിൽ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് സമയം ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്നുകൂടി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബീട്രൂട്ട് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്